ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം അപ്പോസ്തലപ്രവൃത്തി 4:33 നിന്നാണ്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അപ്പോസ്തലപ്രവൃത്തി 1:8 ഇങ്ങനെ പറയുകയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നാണ്. പ്രിയ ദൈവമക്കളെ, സാക്ഷികൾ എന്ന് വെച്ചാൽ എന്താ? സത്യത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ കള്ളസാക്ഷികളല്ലേ ആവുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ പണ്ടൊരു ടാറ്റാ സഫാരിയുടെ കാർ 2005 ഞാൻ വാങ്ങിച്ചിരുന്നു. അത് ലോണിലാണ് വാങ്ങിച്ചത്, ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ആളുകളോട് പറഞ്ഞു, ദൈവം എനിക്ക് ദാനം തന്നതാണ്. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ലോൺ എടുത്തതല്ലേ, പിന്നെ ദാനം തന്നെന്ന് എങ്ങനെ പറഞ്ഞത്? ഇതുപോലെ നമ്മൾ ദൈവത്തിന്റെ പേരിൽ കള്ളം പറയുകയാണ്. എന്താണ് കള്ളം? എനിക്ക് രോഗം ഇരിക്കെ ഞാൻ മറ്റൊരുത്തരോട് പറയും, നിന്നെ സൗഖ്യമാക്കുന്നു ദൈവം. അപ്പൊ അവൻ ചോദിക്കും, നിനക്കെന്താ സൗഖ്യമാകാത്തത്? കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഏർപ്പെട്ടിരിക്കുന്നത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ പൗലോസിന് ഒരു ശൂലം കുത്തി. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാവും. യേശു രോഗം ശീലിച്ചവനായിരുന്നു. നിങ്ങളോട് വ്യക്തമായി ദൈവം പറഞ്ഞോ നിങ്ങൾക്ക് രോഗം ഇരിക്കും അവസാനം വരെ? പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ പോരാടണം. എന്തിനു വേണ്ടി പോരാടണം? യെശയ്യാവ് 62:6-7 പറയുന്നത്, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മൗനമായിരിക്കരുത്, യെരൂശലേമിനെ പ്രശംസാ വിഷയമാക്കുവോളം സ്വസ്ഥത കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ അവകാശമായി മാറുവോളം നമ്മൾ ദൈവത്തിന് വിശ്രമം കൊടുക്കരുത്. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് പഴയ നിയമത്തിൽ പറയുന്നത്. ഈ വചനം നിന്റെ നാവിലിരിക്കണം, നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ രാവും പകലും ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നീ നിന്റെ മക്കളോട് ഇതിനെക്കുറിച്ച് പറയണം. പറയാതെ കിട്ടുകയെന്നില്ല. ചില പറയും ഇരുട്ടിലെ നിക്ഷേപം ഗുപ്തനിധികളും അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടംപോലെ വിഭാഗങ്ങളുണ്ടല്ലോ. അതിന് ഓരോന്നിനും ഓരോ മന്ത്രിമാരുണ്ട്. പക്ഷെ ഈ മന്ത്രിമാരെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ആരും വിചാരിക്കണം? ഫിനാൻസ് മിനിസ്റ്റർ വിചാരിക്കട്ടെ. അവിടെ നിന്ന് ഫിനാൻസ് അലോട്ട് ചെയ്താലല്ലേ ഇവരെല്ലാം പ്രവർത്തിക്കൂ? അല്ല വെറുതെ പ്രവർത്തിക്കൂ? ദൈവം നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വെള്ളിയോടും പൊന്നോടും കൂടെയാണ് പുറപ്പെടുവിച്ചത്. പെന്തക്കോസ്ത് നാളിലും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ നോക്കിയാൽ, ആത്മാവ് ഇറങ്ങുന്നു, അന്യഭാഷ പറയുന്നു, ഒരു തകർപ്പൻ പ്രസംഗം നടക്കുന്നു, ആളുകൾ മാനസാന്തരപ്പെടുന്നു. എല്ലാം കഴിയുമ്പോൾ അധ്യായം തീരുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നോട്ട് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ പക്ഷെ മുഖ്യമല്ലാത്തതല്ല. എന്താണ് അവസാനം? എന്താ പറയുന്നത്? ബുദ്ധിമുട്ടുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തു, എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ. അപ്പൊ അത് പെന്തക്കോസ്ത് നാളിൽ തന്നെ ആ സംഭവം അവിടെ എഴുതിയിരിക്കുകയാണ്. കാരണം ഇതും ദൈവവേലയ്ക്ക് ആവശ്യമാണ്. അനേകർ ഇത് ചിന്തിക്കുന്നില്ല. നമ്മൾ ആവർത്തനം 8:18 വായിക്കാം. നമ്മൾ ഓരോ വാഗ്ദത്തങ്ങളും ദൈവത്തോട് പറയണം, ദൈവമേ എനിക്ക് വേണം. ആവർത്തനം 8:18 എന്താ പറയുന്നത്? ദൈവത്തിന്റെ പദ്ധതി വായിക്കാം. അത് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്കുള്ളതാണ്. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമം എന്നുള്ളതുപോലെ ഉറപ്പിക്കണം. നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടത്, വെറുതെ അല്ല. അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി തരുന്നത്. ഇനി ഞാൻ വേറൊരു പോയിന്റ് പറയാം. ഇന്ന് അനേക ആളുകൾ വചനം പ്രസംഗിക്കുമ്പോൾ പറയും, ആ സമ്പത്ത് ജേക്കബ് ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് അവന്റെ വിശ്വാസത്തിൽ ഒരു ശുദ്ധി ഉള്ളതായി തോന്നുന്നില്ല ഇത് എന്ന് പറയും ചിലര്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ആളുകൾ സമ്പത്തില്ലാതെ ദൈവവേല ചെയ്യുന്നവരാണോ? അതോ സമ്പത്ത് അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടാവും അവര്? എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ പറയും, നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, സമ്പത്ത് ചോദിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് ഓരോരുത്തർ പറയും. സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് ഒന്നും ആയിത്തീരാൻ പറ്റില്ല ഈ ഭൂമിയിൽ. നമ്മൾ ദൈവത്തോട്
ദൈവം പറയുന്നത് എന്താ? നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ യോഹന്നാൻ 16:13 പറയുന്നത് സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനമാണ്. ഇപ്പൊ ഞാൻ വായിച്ചത് ഞാൻ എഴുതി ഉണ്ടാക്കിയ വചനമാണോ അതോ ദൈവത്തിന്റെ വചനമോ? സാക്ഷാൽ സർവശക്തനായ ദൈവം പറഞ്ഞ വചനമോ അതോ ജേക്കബാകുന്ന ഞാൻ പറഞ്ഞതാണോ? ചില ആളുകളോട് ഞാനിങ്ങനെ വചനം പറയുമ്പോൾ അവർ പറയും ഇതൊക്കെ നിന്റെ ആഗ്രഹമാണ്. എന്റെ ആഗ്രഹമാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് രാത്രി ഇരുന്ന് ആലോചിച്ചുണ്ടാക്കി എഴുതിയെടുത്ത കഥയാണത്. ഇത് ബൈബിളിലുള്ളതല്ലേ? അല്ലേ? ഇത് പറയുമ്പോ മിക്കവാറും ആളുകൾ എന്നോട് പറയാറുണ്ട്, എന്റെ മരിച്ചുപോയ അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നിന്റെ ആഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർ വന്ന് പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, വീട്ടാവശ്യവും പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അവര് പറയും വചനത്തിലുള്ളത് പറയുന്നത് ഞാനാണ് എന്റെ ആഗ്രഹം പറയുന്നത്. അതാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, വചനത്തിലുള്ളതാണോ ഞാൻ പറയുന്നത് അതോ ഞാൻ വീട്ടുകാര്യങ്ങളാണോ പറയുന്നത്? അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അതാണ് സത്യം. ആ സത്യത്തിലൂടെ നമ്മളെ നടത്തുവാനാണ് പരിശുദ്ധാത്മാവിനെ നിയമിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പണി എന്താ? ഇന്ന് അനേകം പേര് ആത്മാവിൽ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ കച്ചറത്തപ്പ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. റോമർ എഴുതിയ ലേഖനം 8:27 എന്താ പറയുന്നത്? ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതൊന്ന്. രണ്ടാമത്തത് സകല സത്യത്തിലും വഴി നടത്തുന്നു. അപ്പൊ നിങ്ങള് ഈ കച്ചറത്തപ്പ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് എഴുതി വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ദൈവഗ്രന്ഥം മനസ്സിലാവുമോ? നിങ്ങൾക്ക് അറിയാമോ എന്തിനു വേണ്ടിയാണ്? പിതാവായ ദൈവം തന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ മരിച്ചു കഴിയുമ്പോ. ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. പിതാവിന്റെ ഇഷ്ടം ചെയ്തു എന്ന് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് അപ്പം അവിടുത്തെ ഇവിടുത്തെ കഥയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല. ദൈവത്തിന്റെ ഹിതം എന്താണോ നിങ്ങളെ കുറിച്ചുള്ളത് അത് നിറവേറ്റാനുള്ള നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. വചന സത്യപ്രകാരം നിങ്ങൾ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ ചില ആളുകൾ പറയും പോലെ ഇന്ന കാർ നമ്പറിന്റെ നിങ്ങൾ ഇന്ന കാറിലല്ലേ വന്നത്, ആ കാർ അതാ മാവിന്റെ ചുവട്ടിൽ കിടക്കുന്നു, അതിന് ഉടനെ ആരാണ്? ഉടനെ ഇവിടെ അടുത്തവൻ പറയും പ്രവാചിക്കൂ. ഇല്ലേ വാസന? പ്രവചിക്കൂ എന്ന് പറയുമ്പോൾ അവനൊക്കെ പ്രവാചകൻ. ഇവനൊക്കെ പ്രവചിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തും മനുഷ്യൻ. അപ്പൊ ദൈവം നമ്മളോട് കളിയും തമാശയും പറയുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകർ വിചാരിക്കുന്നത് ദൈവം കളിയും തമാശയും പറയാൻ വരുന്നു. യേശു എന്ത് സംസാരിക്കും? പിതാവായ ദൈവം പ്രത്യക്ഷപ്പെട്ട എന്ത് സംസാരിക്കും? പരിശുദ്ധാത്മാവ് എന്ത് സംസാരിക്കുമെന്ന് വചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാൻ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ദൈവഹിതപ്രകാരം നിങ്ങൾ എത്തിച്ചേരേണ്ട നിലവാരത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ആത്മാവ് ബലഹീനതയെ തുണ നിൽക്കുന്നു. സകല സത്യത്തിനും വഴി നടത്താനാണ് സത്യത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. വചനത്തിലുള്ള കാര്യങ്ങളെ എടുത്ത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. ഇത് യേശു പറഞ്ഞ കാര്യമല്ലേ, അതല്ലാതെ വേറെ വല്ല ചപ്പൻ ചവറും ഓർമ്മപ്പെടുത്തി തരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ എന്തുകൊണ്ട് പറ്റിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സത്യം അറിയാത്തത് കൊണ്ടാണ്. യേശു യോഹന്നാൻ 8:32 പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. 2 Corinthians 3:17 പറയുന്നത് എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ വചനത്തിന്റെ സത്യത്തിലേക്ക് നമ്മളെ നടത്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ ആ ഒരു പണിയെ പരിശുദ്ധാത്മാവ് ചെയ്യൂ. അല്ല പരിശുദ്ധാത്മാവെന്ന് ആത്മാവ് അത് പറയുന്നു ഇത് പറയുന്നു കഥയൊന്നും പറയില്ല. അനേകർ പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കോളണം ഇതൊക്കെ വെറും കള്ളമാണ്. ഇവനെയൊക്കെ പിടിച്ച് നമ്മള് നാൽക്കാലിൽ കെട്ടി ചാട്ടവാറടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. സത്യത്തിൽ ഇവരൊന്നും ദൈവം വിളിച്ചവരുമല്ല. അങ്ങനെ ദൈവം പറയില്ല. നമുക്ക് സത്യം അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. ആരെയാണ് ചൂഷണം ചെയ്യുന്നത് ആളുകൾ? സത്യം അറിഞ്ഞിടാതെ. ഇപ്പൊ അമേരിക്കയിൽ കൊണ്ടുവന്ന് വരുത്താൻ പറയും. നമ്മൾ പറയും ശരി, നമുക്ക് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് അറിയില്ലെങ്കിൽ ഏജന്റ് പറയുന്നതെല്ലാം കേട്ട് നമ്മൾ പൈസ കൊണ്ടിട്ടിട്ട് ഫിലിപ്പിനായിട്ട് നിൽക്കും. അപ്പൊ അറിയാമെങ്കിലോ നമ്മൾ തന്നെത്താനെ വേണമെങ്കിൽ ഫ്രീ ആയിട്ടും കയറി പോകും. ഒരു പൈസ ആർക്കും കൊടുക്കാം. അതിനും വകുപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് സത്യം നമ്മൾ അറിയുമ്പോഴാണ് സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. അപ്പോൾ ഈ ബൈബിളിലുള്ള കാര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവ് എന്തിനാണ് നൽകപ്പെട്ടത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ എന്നാണ് റോമർ 8:4 പറയുന്നത്. എന്ന് വെച്ചാൽ ആത്മാവ് നൽകപ്പെട്ടത് എന്തിനാ? ചില ആളുകൾ പറയും പഴയ നിയമം വേറെ പുതിയ നിയമം വേറെ. പഴയ നിയമത്തിന്റെ പ്രമാണം നമുക്കനുസരിക്കാൻ പ്രയാസമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ വചന സത്യത്തെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി നമ്മളെ വഴി നടത്താൻ. യെഹെസ്കേൽ 36:26 വായിക്കാം.
അങ്ങനെ നമ്മളെ ആ വചന സത്യത്തിൽ നടത്താൻ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്, അല്ല പുതിയൊരു സത്യം വെളിപ്പെടുത്താനില്ല. വചനത്തിൽ നടത്താൻ നമുക്ക്, അതുപോലെ ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാനാണ് യേശു ജഡത്തിൽ വെളിപ്പെട്ടത്. വായിക്കാം 36-26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുവാണ്. അപ്പൊ പുതിയ നിയമത്തിൽ ദൈവം എന്ത് ചെയ്തു? ചില ആളുകൾ പറയും പഴയ നിയമത്തിലുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് തരില്ല. ചിലർ പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ആക്കിയിട്ട് ചട്ടങ്ങളെ ഹൃദയത്തിൽ എഴുതുന്നത് എന്തിനാ? അതിൽ നമ്മളെ നടത്താനാണ് സഹായകനെ തന്നിരിക്കുന്നത്. അല്ലാതെ ആത്മാവ് വന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വൃത്തികേടുകൾ പറയാനല്ല. ഉള്ള ഉടായ്പ വേല അത്രയും കാണിക്കും, എന്നിട്ട് പറയും ആത്മാവുണ്ട്. കണ്ടില്ലേ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോണ്ട് അന്യഭാഷ പറയുന്നില്ല. പ്രിയദേവൻ, അതാണ് അടയാളം ആത്മാവുള്ളത്. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുമെന്ന് യേശു പറഞ്ഞത് ശ്രദ്ധിച്ചോളാം. ഫലമുണ്ടോ? വാക്കിനാലും പ്രവൃത്തിയാലും. യേശു പ്രവർത്തിച്ചു, പിന്നെ പ്രസംഗിച്ചു. യേശുവിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു യേശു, പിന്നെയാണ് പ്രവർത്തിച്ചത്. അപ്പൊ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്നതേ പ്രസംഗിക്കാവൂ. ഇന്ന് അനേകം പേര് വെറും ഭക്തിയുടെ വേഷമാണ്, പ്രസംഗവുമായവർക്ക് ജീവിതത്തിന് ബന്ധമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോ ഒരുത്തനോട് പറയാണ് ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടായിരിക്കണം. ദൈവം നിങ്ങൾ കണ്ണിന് കാഴ്ച തരുമെന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവണം. കടം മാറ്റുമെന്ന് പറഞ്ഞാൽ എന്റെ കടം മാറിയിരിക്കണം. എന്നെ ദൈവം സൗഖ്യമാക്കി, എന്നെ ശക്തീകരിച്ചു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും കേട്ടതും രുചിച്ചതുമായ ജീവന്റെ വചനം. അപ്പൊ ഞാൻ അനുഭവിച്ചു, യഹോവ നല്ലവനാണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മൾ ഇതിനു വേണ്ടി പോരാടണം. ഓരോ വചനവും പറഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു കുഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണമെന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ ഒരു കുഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഈ കുഞ്ഞുങ്ങൾ 1-2 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഓരോ കളിപ്പാട്ടം കണ്ടു കഴിഞ്ഞാൽ അത് വേണമെന്ന് പറയും, അത് പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറയും. ഈ പിള്ളേരത് മറക്കൂല. മറക്കാതെ ഇരുന്നിട്ട് ആ കടയുടെ വണ്ടി പോകുമ്പോൾ നിലവിളി തുടങ്ങും. നിലവിളി തുടങ്ങി കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ, നമ്മൾ കടം വാങ്ങിച്ചായാലും അത്തരം കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും, അടുത്ത നിമിഷം അവൻ കേടാക്കും. പക്ഷെ കേടാക്കണല്ല കാര്യം. ഞാൻ അപ്പോൾ മനസ്സിൽ ചിന്തിച്ചത്, ഇതുപോലെ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ പിടിവാശി ഉണ്ടാവും. ഇതുപോലെ എനിക്ക് പിടിവാശി ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാൻ, വളരുമ്പോൾ ഈ പിള്ളേർ ദൈവത്തിന്റെ ഇതുപോലെ ചോദിച്ച് വാങ്ങിക്കുന്നവനായെങ്കിലെന്ന് ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇതുപോലെ യേശു പറഞ്ഞത് ഇതാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തരണം. ശിശുക്കളെ പോലെ, ശിശുക്കളുടെയും പാല് കുടിക്കുന്നവരുടെ വായിലാണ് ബലം നിയമിച്ചത്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിത്തീരാൻ പറ്റൂ. ഇന്ന് അനേകം പേര് ശ്രീബുദ്ധന്റെ അനുയായികളായി മാറി ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അവർ പറയുന്ന ആഗ്രഹം ദുഃഖമാണ് ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടാവാൻ പാടില്ലെന്നാണ്. ഉദാഹരണത്തിന് സജു ജോൺ മാത്യു എല്ലാം പ്രസംഗിച്ച പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒരാഗ്രഹം ഉണ്ടാകാൻ പാടില്ല, പണമൊന്നും ദൈവത്തിൽ ചോദിക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മളൊന്നും ചോദിക്കാനേ പാടില്ല. അപ്പൊ പിന്നെ ഭൂമിയുടെ എത്രത്തോളം നമ്മൾ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവനും ചെയ്യും. അപ്പൊ യേശു ചെയ്ത അതേ പ്രവൃത്തി എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാതെ ആ നിലവാരത്തെത്താൻ പറ്റൂ? നീതിക്കായി വിശന്ന് ദാഹിച്ചാൽ ഇതിന്റെ തൃപ്തി വരുത്താൻ ദൈവത്തിന് പറ്റൂ? നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഒരു പക്ഷി വായ് ഇങ്ങനെ വിസ്താരത്തിൽ തുറന്നു വെച്ചിരിക്കുന്നതായിട്ടുണ്ടോ? അതുള്ള പക്ഷി ആഹാരം കൊടുക്കുന്നത്, അത് വാ അടച്ചു വെച്ചാൽ കൊടുക്കുവോ? ഞാൻ ഒരിക്കൽ ഒരു സ്വപ്നമല്ല ദർശനത്തിൽ കാണുന്നത്, ഈ കിളി ഇങ്ങനെ ആഹാരം കൊണ്ടുവന്നു, ഇത് വാ അടച്ചു വെച്ചിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ ഇത് ചത്തു, കിളി കുഞ്ചി ചത്തുപോയി. കാരണം വാ അടച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. വാ തുറന്ന് പ്രാർത്ഥിച്ചാലേ എന്തെങ്കിലും കിട്ടും. വായുണ്ടെങ്കിൽ പിഴച്ചോളുമെന്നാണ്, ജീവിച്ചോളുമെന്നാണ് ഒരു പഴമൊഴി, കേട്ടിട്ടുണ്ട്? വായുണ്ടെങ്കിൽ വഴിയുണ്ട്, വായില്ലെങ്കിലോ? അപ്പോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ലോകത്ത്? അപ്പോ നമ്മൾ വാ തുറന്ന്, ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വാ തുറന്ന് നമ്മൾ ചോദിക്കാറില്ല ദൈവത്തോട്. വാ വിസ്താരത്തിൽ തുറന്ന് കരഞ്ഞ് ചോദിക്കണം. ആരെങ്കിലും കാണുമ്പോൾ മോശമായിട്ട് വിചാരിക്കുന്നൊന്നും വിചാരിക്കണ്ട. കാരണം എന്താ അറിയാമോ? ഈ മോശമായിട്ട് വിചാരിക്കുന്നവർ നമുക്കൊന്നും തരാൻ പോകുന്നില്ല. അവരെ ഉണ്ടെങ്കിലും തരില്ല. അതുകൊണ്ട് അവരെ ഒന്നും നോക്കണ്ട.
അവർക്ക് കരയുമ്പം നീ കരയുമ്പോൾ മോശമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം ദൈവത്തോട്. ദൈവം കണ്ണുനീർ കാണുന്ന ദൈവം നമുക്ക് ഉത്തരം തന്നാൽ മതി. ഈ ഇവർ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവരിപ്പോ ഒരു കോടി ഉണ്ടെന്ന് പറഞ്ഞാലും 1 രൂപ തരാൻ മടിയാണ് അവരൊക്കെ. അതുകൊണ്ട് അവരോടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, ചോദിക്കുകയും ചെയ്യരുത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വചനത്തിന്റെ സത്യത്തിലൂടെ നടത്തും. വചനം അനുസരിക്കുവാൻ നമ്മൾ നടത്തുമ്പോൾ, ആ പാതയിലൂടെ നടക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധയോടെ കേട്ടനുസരിക്കുമ്പോൾ, ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷന്റെ ശരിയായ അർത്ഥം മലയാളത്തിൽ ഇല്ല. സത്യം പറഞ്ഞാൽ ആവർത്തനം 28 ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ. പക്ഷെ ഇംഗ്ലീഷില് കെയർഫുള്ളി ഒബേ എന്നും ഡിലിജന്റ്ലി എന്നൊക്കെയുള്ള വാക്കുണ്ട്. എന്ന് വെച്ചാൽ സൂക്ഷ്മതയോടെ കേട്ടനുസരിക്കണം, സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണമെന്നാണ്. പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം പലതും അങ്ങ് വിട്ടുപോയി. ദൈവത്തിന്റെ വചനം വള്ളിയും പുള്ളിയും വിട്ടിട്ട് അനുസരിക്കരുത്, ഉള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 1 ശമൂവേൽ 15:23 പറയുന്നത്, കേട്ടനുസരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് യാഗത്തെക്കാളും കേട്ടനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സേക്കാളും നല്ലത്. നമ്മൾ ദൈവത്തിന് വേണ്ടി പലതും ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധയോടെ കേട്ടനുസരിക്കാറില്ല. ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പലതും തെറ്റുകൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. ഏനോ താനോ എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞല്ലോ അനുസരിച്ച് കളയാമെന്ന് പറഞ്ഞ് അനുസരിച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ചില ആളുകൾ സൂക്ഷ്മതയോടെ മതിൽ പണിതുന്നു, അവരെല്ലാം ദൈവം അതുപോലെ അനുഗ്രഹിച്ചു. ചുമ്മാ പണി തന്നിരിക്കുന്നവരെ അങ്ങനെ അനുഗ്രഹിച്ചായിട്ട് കാണുന്നില്ല. എന്നാൽ അത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നിറഞ്ഞ് ഈ വചനപ്രകാരം നമ്മൾ നടക്കുമ്പോൾ ഇതനുസരിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരും. അതാണ് ന്യായപ്രമാണത്തിന്റെ നീതി. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ നിവൃത്തിയാകും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. റോമർ 8:14 പറയുക. അപ്പോൾ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മള് കുറെ കോപ്രായങ്ങൾ കാണിക്കുവാനല്ല പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്കുമുണ്ട് ആത്മാവ് എന്ന് പറഞ്ഞ് കുറെ കോപ്രായങ്ങൾ കാണിച്ച് ചില ആളുകൾ പറയും, ഞാൻ ഊതി തള്ളിയിടും, ഊതുമ്പോ അവൻ അവിടെ മറിഞ്ഞു വീഴും. വേറെ ആൾ പറയും, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ കൽപ്പിക്കും, പവർ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തെറിച്ചു പോകും ചേറിന്ന്. ഏതോ ഒരാൾ ഒരിക്കൽ പറയുന്നതായിട്ട്, ഇങ്ങനെ ഏതോ മീറ്റിങ്ങിന് വരുന്ന ആളുകളുടെ പേര് രജിസ്റ്ററിലേക്ക് എഴുതി വിടുന്ന ഒരു സഹോദരി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ ആളുകളോട് പറയാൻ, എന്റെ പവർ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ഊതലും ഒരു കൽപ്പനയും ഉടനെ ചെയറോടെ ചേർന്ന് തെറിച്ച് എന്ന് വീഴുന്നെന്നാണ് പറയുന്നത് ആ സഹോദരി. അവിടെ ഇങ്ങനെയുള്ള പവർ കാണിച്ചത് എന്ത് പ്രയോജനം? ഇതാണ് രക്ഷിക്കുന്ന പവർ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. എന്താണ് സാക്ഷ്യം? ഈ വചനം അനുസരിച്ച് നടന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതാണ് സാക്ഷ്യം. ഞാൻ ഇനി ഉദാഹരണം പറയാം. 1-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഞാൻ ഇനി ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളാം. അപ്പോ നമ്മുടെ ചുറ്റിലും അനേക ആളുകളുണ്ട് ദൈവത്തെ അറിയാത്ത. അവരെ ആരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? കാറ്റ് പാറ്റുന്ന പതിർ. ആ കാറ്റ് പാറ്റുന്ന പതിർ എങ്ങനെയായിരിക്കുന്നത്? മനോഹരമായി, സൗന്ദര്യമുള്ളവരായി, സമ്പത്തുള്ളവരായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? അവരെക്കാളും താഴ്ന്നാണ് ഇരിക്കേണ്ടത്. നിങ്ങൾ അവരെക്കാളും താഴ്ന്നാണ് ഇരിക്കേണ്ടത്, ഞാൻ നിങ്ങളും. അപ്പൊ അവര് ചോദിക്കും, നീയല്ലേടാ പതിര് പോലെ ഇരിക്കുന്നത്, ഞങ്ങളല്ലേ ധാന്യം പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തു, രാത്രി മുഴുവൻ വല വീശി, ഒരു മീനും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യേശു ആ രാവിലെ വല വീശാൻ പറഞ്ഞതുപോലെ വല വീശി ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിലേ നമ്മൾ ഈ വചനം പറയുമ്പോൾ ആളുകൾ പറയും, കണ്ടോ അവ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമുക്ക് അനേകരോട് പറയാൻ പറ്റും, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഞാൻ കർത്താവിന്റെ പിന്നാലെ നടന്നപ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് പറയണം. പറയണമെങ്കിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വാഗ്ദത്തങ്ങളെ പ്രാപിക്കണം. ഈ പാലിന്റെ ഒഴുകുന്ന ഭൂമിയാണ് വാഗ്ദത്ത ഭൂമിയെങ്കിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ മരുഭൂമിയുടെ അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് പറയണം, മരുഭൂമിയെ മലർവാടിയാക്കി തരണം, എന്റെ മരുഭൂമിയെ.
ഏതൻ തോട്ടം പോലെ ആക്കി തരണം. മരീചികയെ പൊയ്കയാക്കി തരണം. പാഴി ശൂന്യവുമായ പാമ്പ് വിളയുന്ന സ്ഥലം, പാമ്പ് വിളയുന്നല്ല, പാമ്പ് കളിയാടുന്ന സ്ഥലത്തെ മേച്ചിൽപ്പുറമാക്കി തരണം. യെശയ്യാവ് 35:7 വായിക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. 35:7 തമിഴിൽ വായിക്കുമ്പോഴാണ് വലിയ സർപ്പം കിടന്ന സ്ഥലം മേച്ചിൽപ്പുറമാകുന്നത്. പക്ഷെ മലയാളത്തിൽ കുറുനരികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ, നീരുറവ തീരും. ആ, മതി മതി. കുറുക്കന്മാരുടെ പാർപ്പിടം മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ ഹാബിറ്റേഷൻ ഓഫ് ദ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ മഹാസർപ്പത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന, മുടിക്കുന്ന, നശിപ്പിക്കുന്ന പിശാചിന്റെ സ്ഥലം മേച്ചിൽപ്പുറമായി മാറുമെന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങിക്കണം ദൈവത്തോട്. ദൈവമേ, 122 സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? നിന്റെ കൈകളുടെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാനായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ അനുഭവം തന്നെ പറയാം. എന്റെ കിഡ്നി ഡയാലിസിസ് ആവാൻ കണക്കായിട്ടിരിക്കുന്നു. കിഡ്നി മാറ്റി വെക്കേണ്ട ഗതിയിലാവുന്നു. കൈകൾ കൊണ്ട് അധ്വാനിക്കാൻ പറ്റില്ല. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അധ്വാനിച്ചു. ആത്മീയവും ഭൗമികമായി എനിക്കൊരു പ്രതിഫലം ഉണ്ടായില്ല. അപ്പൊ ഞാൻ മറ്റൊരുത്തരോട് പറയുകയാണ്, കർത്താവിന് വേണ്ടി നിന്നാൽ നിന്റെ കൈകളുടെ അധ്വാന ബലം നീ തിന്നുമെന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും, നിനക്ക് ഫലം ഉണ്ടായോ? അപ്പൊ ആദ്യം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടാക്കണം. അത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നേടിയെടുക്കണം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഐശ്വര്യവും സമ്പത്തും അവന്റെ ഭവനത്തിൽ ഉണ്ടാകും, അവന്റെ നീതി എന്നേക്ക് നിൽക്കുന്നു, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അനേകർ വാരി വിതറി പിച്ച എനിക്ക് തന്ന എന്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് ഞായിരിക്കുന്നു, ഞാൻ വാരി വിതറി കൊടുക്കുമോ? ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. അപ്പൊ ഇങ്ങനെ വിപരീതമായ അവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പൊ പണ്ട് ഇവർ അടിമഗ്രഹത്തിൽ അവിടെ ഫറവോന്റെ അവിടെ നിന്നപ്പോ എന്തെങ്കിലുമൊക്കെ തിന്നോണ്ടിരുന്നു. ഇപ്പൊ മരുഭൂമി വന്നപ്പോ ഒന്നുമില്ല, ഇവിടെ കൃഷിയും ഇല്ല, ഒന്നുമില്ല. എന്നാൽ ദൈവം മരുഭൂമിയിൽ മഞ്ഞ പൊഴിച്ചു കൊടുത്തു. അവര് ധാന്യം വിതച്ചില്ല, കൊയ്ത്ത് നടത്തിയില്ല, ഇവര് മാവിനെ പൊടിച്ച് അപ്പം ഉണ്ടാക്കിയില്ല. ഇവർക്ക് ആകാശത്ത് നിന്ന് റെഡിമെയ്ഡ് അപ്പം ഇവർക്ക് കിട്ടി, ഇറച്ചിയും കിട്ടി, പാറ വിളർന്ന് വെള്ളവും കിട്ടി. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. എങ്ങനെ സംഭവിക്കും എന്നൊന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. എങ്ങനെ ചെയ്യണമെന്നുള്ളത് ദൈവം തീരുമാനിച്ചോളും. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് വാഗ്ദത്തങ്ങളെ പറയാൻ നമുക്ക് പറ്റും. എന്റെ കാര്യം ഇങ്ങനെ തന്നെ തീരുമെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യരുത്. എന്റെ കാര്യം ഇതോടെ തീർന്നു, ഇതാ എന്റെ അവസാനമായിരിക്കും എന്നൊന്നും വാ തുറന്നൊന്നും പറയരുത്. വായിലെ വാക്കുകളാൽ പ്രവൃത്തിക്ക് ഫലമുണ്ടാകും. അപ്പോൾ മരുഭൂമിയിൽ മരിക്കുമെന്ന് പറഞ്ഞവർ മരിച്ചു, ബാക്കിയുള്ളവർ മറുകരയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് വെറുതെ ന്യായവിധി ഏറ്റുവാങ്ങരുത്. സ്വന്തം വാഗുകൊണ്ട് തന്നെയാണ് ന്യായവിധിക്കപ്പെടുന്നത്. അനേകം പേര് ഈ ഒന്നുമില്ലല്ലോ, ഇന്ന് എന്റെ ഗതി അധോഗതിയായി, ഞാനിങ്ങനെ അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കും എന്നുള്ള വചനം പറയുമ്പോൾ ചില ആളുകൾ പറയും, ഉള്ളതുപോലെയാണ്, നിനക്ക് വല്ലവരും തന്നാൽ നിന്റെ കാര്യം നടക്കും. ഇങ്ങനെ പറയുന്നവരുണ്ട്. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ അവർക്ക് വിശ്വാസമില്ല. ഈ വചനമെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ വചനമെല്ലാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യത്തിൽ നിശ്ചയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് സംസാരിച്ചാലേ ഈ മഹത്വം കാണാൻ പറ്റും. ഇതിലുള്ളത് പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇനി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു നിർത്താം. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് നമ്മൾ വാഗ്ദത്ത വചനങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ വചനം പറയുന്നത് നീ സർവ്വജാതികളെക്കാൾ ഉയർന്നിരിക്കുമെന്നാണ്. എനിക്ക് ഉയർച്ച തരണം. തണ്ടിന്റെ ഉയർത്തിയ വിളക്ക് പോലെ എന്നെ ഉയർത്തി വെച്ചാൽ എനിക്ക് രക്ഷയുടെ പ്രകാശം എല്ലാവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റൂ. എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഉയരത്തിൽ നിന്ന് അങ്ങേക്ക് എന്തെങ്കിലും തന്നാലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ഇങ്ങനെ ദൈവത്തോട് വചനം പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സത്യത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വചനം പറഞ്ഞ് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോ ദൈവദൂതൻ എന്താ പറയുന്നത്? അതിപ്രിയ പുരുഷനായ ദാനിയേല്. നല്ല അഡ്വക്കേറ്റുമാരെ കോടതിയിൽ വാദിക്കുമ്പോൾ കോടതി ഗെറ്റൗട്ടെന്നാ പറയും. കോടതി അവരെ അപ്രീസിയേറ്റ് ചെയ്യും. നല്ല അഡ്വക്കേറ്റുമാരെന്ന്, നിയമവും നീതി സ്ഥാപിക്കാൻ വേണ്ടിയിരിക്കുന്നല്ലേ പറയും. ആണോ? അതെന്തായാലും ഉൽപ്പത്തി 28-ാം അധ്യായത്തില് നമുക്ക് വായിക്കാം. ഒരു കോവേണി കാണുകയാണ്. അതിൽ ദൈവം, ഒരു വശത്ത് ദൈവം നിൽക്കുന്നു, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വപ്നം കണ്ടു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോഴി, അതിന്റെ തല സ്വർഗത്തോടെ എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മേൽ യഹോവ നിന്ന് അരുളി ചെയ്തത് മതി. അപ്പൊ ദൈവം നിന്ന് അരുളി ചെയ്യുകയാണ് യാക്കോബിനോട്. പറഞ്ഞതിന്റെ സാരം ഇതാണ്: നിന്നെ ഞാൻ അനുഗ്രഹിച്ച് മടക്കി വരുത്തുമെന്നാണ്. പക്ഷേ 32-ാം അധ്യായം 25 മുതൽ വായിക്കാം. 32 ഉൽപ്പത്തി. ആ വാഗ്ദത്തം നിറവേറാൻ വെറുതെ ഇരുന്നാൽ നിറവേറുമോ? അവൻ എന്ത് ചെയ്തപ്പോഴാണ് നിറവേറിയത്? അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തലം തൊട്ട് അവനോട് മല്ലി പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തലം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷ കുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമ്മളൊരു പാട്ട് പോലും പാടും, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയ ദൈവമക്കളെ, സത്യത്തിൽ യാക്കോബിന് ദൈവം 28-ാം അധ്യായത്തിൽ തന്നെ ദർശനത്തിലൂടെ അനുഗ്രഹം കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഏശാവ് എന്ന് പറയുന്ന അവന്റെ സഹോദരൻ അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നിന്നെ ഞാൻ വെട്ടി പീസാക്കി കളയൂടാന്ന് പറഞ്ഞു. എന്റെ വാഗ്ദത്തം, എനിക്കുള്ള അനുഗ്രഹം കൊണ്ട് നീ ഓടിപ്പോയല്ലോ, നീ അത് അനുഭവിക്കുന്നത് കാണണം എന്നായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവൻ ദൈവത്തിന്റെ കാൽക്കൽ വീണ് കരഞ്ഞ് നിലവിളിച്ച്, സത്യം പറഞ്ഞാൽ മല്ലു പിടിച്ചെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു യാക്കോബ്. യാക്കോബ് എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഉപായി, സൂത്രശാലി എന്നാണ്. അവന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരുന്നു യാക്കോബിനുണ്ടായിരുന്നു. അപ്പൊ അവൻ ചെന്നെടുത്തെല്ലാം ഉസ്താദായി മാറി. അവന്റെ കലാപരിപാടികൾ എല്ലാവരെയും പറ്റിക്കുന്നതിൽ അവൻ ഉസ്താദായിരുന്നു. പക്ഷെ തിരികെ വന്നപ്പോ ഇപ്പൊ അവന്റെ സഹോദരൻ അവനെ വെട്ടി പീസാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ അവൻ ദൈവത്തിന്റെ കാലിൽ വീണു. ദൈവം പറഞ്ഞു, നീ ഇനി ഉപായി അല്ല, നീ ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ, അതും ദൈവത്തിന്റെ ആദ്യജാതൻ. വെളിപ്പാട് പുസ്തകത്തില് ആദ്യജാതന്മാരുടെ കൂട്ടം എന്നും പറഞ്ഞ് 144,000 പറയുന്നുണ്ട്. ചിലർ പറയുന്നത് അവരുടെ പള്ളിക്കാരെ കുറിച്ച് പറയുന്നത്. സത്യത്തിൽ അതങ്ങനെയല്ല. എന്റെ ആദ്യജാതനെ വിടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശ രംഗപ്രവേശനം ചെയ്യുന്നത് ഫറവോന്റെ അടുക്കൽ. പുറപ്പാട് 4:20 നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ആദ്യജാതൻ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. ഭൂമിയിലൊക്കെ നിന്നുള്ള ആളുകളിൽ ആദ്യജാതന്മാരെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, എന്റെ രക്ഷ നിന്നിലൂടെ വെളിപ്പെടേണ്ടതിന്. നീ ഇസ്രായേൽ ആകുന്നു, നിന്നിൽ ഞാൻ മഹത്വീകരിക്കപ്പെടും. യെശയ്യാവ് 49:3. അപ്പോ ആ 4000 വർഷം മുമ്പ് ആ യാക്കോബ് ദൈവത്തിന്റെ പാദത്തിൽ അങ്ങ് വീണു. വീണവൻ പിന്നെ എഴുന്നേറ്റത് ആരായിട്ടാണ് എഴുന്നേറ്റത്? അവൻ പുഴുവായിരുന്ന യാക്കോബ് മൂർച്ചയുള്ളതും പുതിയതും പല്ലേറിയതും മെതിവണ്ടിയായി എഴുന്നേറ്റു. ഇന്നും പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ജാതിയായിട്ട് ഇസ്രായേലായിരിക്കുകയാണ്. അവര് പല പ്രാവശ്യം ചെതറിയാലും വീണ്ടും ഒരു ശേഷിപ്പ് തിരികെ അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ മടങ്ങി വരികയാണ്. ദൈവത്തിന്റെ മകൻ എന്നാണ് അതിന്റെ അർത്ഥം, ആദ്യജാതൻ എന്നാണ് അർത്ഥം. ഇത് രക്ഷിക്കപ്പെട്ട നിങ്ങളെയും എന്നെയുമാണ് കാണിക്കുന്നത് എന്ന് ആവർത്തനം 33:29 വായിക്കുമ്പോൾ മനസ്സിലാവും. അത് കറക്റ്റായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ആവർത്തനം 33:29 യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. വായിക്കാം. അവർ രക്ഷിക്കപ്പെട്ടോ? അവരല്ല. സത്യത്തിൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നമ്മളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. അവൻ നിന്റെ സഹായത്തിന് പരിചയം, മഹിമയുടെ വാളുമാകുന്നു. മതി. അപ്പൊ അന്ന് ഇന്നേക്ക് 4000 വർഷം മുമ്പ് ദൈവത്തിന്റെ പാദപീഠത്തിൽ വീണവന്റെ തലമുറ, അവൻ വീണ് പേര് പോലും മാറ്റി.
യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ യെശയ്യാവ് 62 പറയുമ്പോൾ അവനെ ഇസ്രായേൽ എന്ന് മാറ്റി. ഉപായിയെ മാറ്റിയിട്ട് ദൈവം തന്റെ മകനാക്കി മാറ്റി. എന്നിട്ട് പറയണം, ഇനി ആരെങ്കിലും തൊടുവെന്ന് നോക്കാം. അവനെ കെട്ടിപ്പിടിച്ച് യഹോവയ്ക്ക് ഒരുത്തന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ശത്രുക്കൾ അവനോട് നിരപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തിട്ട് അവന്റെ സഹോദരൻ അവന്റെ പാട്ടിന് പോയി. അപ്പോൾ വന്നത് പുലി പോലെ വന്നത് എലി പോലെ പോയി. അപ്പോ ഇതുപോലെ ദർശനങ്ങൾ നിറവേറണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ബലാത്കാരികളാവണം. നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല. അപ്പൊ ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കുന്നെന്ന് വിചാരിക്കുക. എൻ മനമേ, നീ വിഷാദിച്ചുള്ളിൽ നരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് ദാവീദ് പറയും പോലെ നമ്മൾ നമ്മളോട് തന്നെ പ്രസംഗിക്കണം, ആരും കേൾക്കാനില്ലെങ്കിൽ. ഇതെനിക്കും കൂടെ വേണ്ടിയുള്ള പ്രസംഗമാണ്, നിങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല. അപ്പം ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്റെ കൈകളുടെ അധ്വാനം പറയാൻ ഞാൻ തിന്നും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. നമ്മളിങ്ങനെ വചനം നോക്കി പറയണം, എന്റെ ഗതി ഇങ്ങനെയായി, എനിക്കിനി പ്രവർത്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം വഴി കണ്ടെത്തും. ഞാൻ ഒരു സാക്ഷ്യം ഈ സമയത്ത് പറയാൻ താല്പര്യപ്പെടുകയാണ്. ബോംബെയിൽ നിന്ന് ഒരു ഭാഗ്യം എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീ എന്റെ ഫോണിൽ വിളിച്ചിട്ട് അവരുടെ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇതാണ്: അവരുടെ ഭർത്താവ് ട്രെയിൻ ആക്സിഡന്റിൽ ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്താൻ പോകുന്ന സമയത്ത് കാല് സ്ലിപ്പായിട്ട് ട്രെയിനിന്റെ ഇടയ്ക്കങ്ങ് വീഴുന്നു. 2 കാലും മുറിച്ച് മാറ്റേണ്ടി വന്നു. അപ്പൊ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ആ സമയത്താണ് ഇവർ യേശുവിൽ വിശ്വസിച്ചത്. ആളുകൾ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. അയാൾ ജോലി ചെയ്ത് നോക്കുന്നതിനേക്കാളും അധികം അവർക്ക് നന്മ കിട്ടി. സത്യം പറഞ്ഞാൽ നേരത്തെ വാടക വീടിലായിരുന്നെങ്കിൽ പിന്നീട് 1.5 കോടി രൂപയുടെ ഒരു വീട് സ്വന്തമായി ബോംബെയിൽ ലഭിച്ചെന്നും 2 കാലം നഷ്ടപ്പെട്ട് ജോലി പോകാൻ പറ്റാത്ത ആള് പിന്നെ 5-6 വർഷം കൂടെ ജീവിക്കുകയും പിന്നീട് അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ദൈവം അവർ പോറ്റിയ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നമ്മൾക്ക് ഒരു കഴിവുകേട് വന്നാൽ, നമ്മൾ ബലഹീനരാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ അങ്ങ് വീഴണം. വീഴുമ്പോൾ നമ്മള് സത്യം പറഞ്ഞാൽ യോഹന്നാൻ യേശുവിന്റെ ദർശനം കാണുകയാണ്. മരിച്ചവനെ പോലെ വീണു എന്നല്ലേ പറയുന്നത്. അതിനുശേഷം എഴുന്നേൽക്കുന്നത് പുതിയൊരാളായിട്ടായിരിക്കും. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യനായിട്ടായിരിക്കും പിന്നീട് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ പാദപീഠത്തിൽ സമ്പൂർണമായിട്ട് അങ്ങ് സമർപ്പിക്കണം. നീ മാത്രമേ ഉള്ളൂ ശരണം. പലപ്പോഴും വചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്നാണല്ലോ. പലപ്പോഴും പൂർണ്ണമായി നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്നത് കണ്ണിന് കാഴ്ചയില്ലാതെ, ശരീരത്തിന് ആരോഗ്യമില്ലാതെ, ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോഴായിരിക്കും നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ തോന്നുന്നത്. അവസാനമായി എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇന്ന് നിങ്ങൾ വിവിധ കാരണങ്ങളാൽ യേശുവിനെ വെറുക്കുന്നുണ്ടായിരിക്കാം, പകയ്ക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആരും സഹായമില്ല എന്ന് ഒരവസ്ഥ വരുമ്പോൾ യേശുവിനെ വിളിച്ചാൽ നിങ്ങളെ രക്ഷിക്കുവാൻ യേശു ഇറങ്ങി വരും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറയുക. ഞാൻ ബറേലിയിൽ വെച്ച് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ ടവൽ വെച്ച് എന്നെ കഴുത്തി ഞെരുക്കി കൊല്ലുമെന്നുള്ള രീതിയിൽ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി, കയ്യിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവസാനം ഞാൻ യേശുവെ രക്ഷിക്കണമെന്നൊരു നിലവിളിച്ചു. ഉടനെ വണ്ടിയിൽ നിന്ന് എടുത്ത് എന്നെ പുറത്ത് തള്ളിയിട്ടിട്ട് അവർ സ്ഥലം. സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ എന്റെ റൂമിൽ ഇരിക്കുമ്പോൾ എന്റെ സൈഡിലുള്ള ചെവരിൽ നിന്ന് ഒരു ഉഗ്രൻ സർപ്പം, യഥാർത്ഥ സർപ്പമല്ല, ദർശനമാണ്, ഇങ്ങനെ വലിയ തടിയൻ സർപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു, നീ ചെവരും പറഞ്ഞോണ്ട് ഇവിടെയും വന്നോ? ഞെട്ടിപ്പോയി. ഞെട്ടിയിട്ട് ഞാൻ യേശുവെ രക്ഷിക്കണമെന്നൊരു വിളി. ഉടനെ ഈ പാമ്പ് തറയിൽ വന്ന് വീടിനപ്പുറത്ത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ഏത് ആപത്തിനും അർത്ഥത്തിൽ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സന്ദേശത്തെ ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.